എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ മുഖത്ത് കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ നന്നായിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അതല്ലാണ്ട് എന്തെങ്കിലും ഒരു കുറവ് എൻ്റെ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. വേറെ ഒന്നും അല്ല കേട്ടോ, ഞാൻ ഓൾറെഡി ഫൗണ്ടേഷൻ ഇട്ടു, കണ്ണ് എഴുതി, ലിപ്സ്റ്റിക് ഇട്ടു, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിൻ്റെ മാത്രം കുറവുണ്ട്. അതെന്താണെന്നറിയോ? എൻ്റെ ഐബ്രോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഐബ്രോസ് മാത്രം ഇങ്ങനെ ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? വേറെ ഒന്നുമല്ല, ഞാൻ എല്ലാ വീഡിയോസിലും ഐബ്രോസ് എഴുതിയിട്ടാണ് വരാറ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഐബ്രോസ് എഴുതിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണ്. തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ഐബ്രോസ് എങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു ബിഗിനേഴ്സിന് എങ്ങനെ ഈസി ആയിട്ട് ഐബ്രോസ് എഴുതാം എന്നുള്ളതാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഐബ്രോസ് എഴുതാൻ വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒരു ഐബ്രോ പെൻസിലും ഒരു സ്പൂളിയും. സ്പൂളി നമുക്ക് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയകളായ ഫ്ലിപ്കാർട്ട്, മീഷോ, ഇവിടെയൊക്കെ ആമസോണിൽ ഇവിടെയൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. സ്പൂളി ഉണ്ടെങ്കിലാണ് നമുക്ക് ഐബ്രോസ് നന്നായിട്ട് എഴുതി കഴിയുമ്പോൾ നല്ല രീതിയിൽ വരും. അതുപോലെ പെൻസിലാണെങ്കിലും നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അതുപോലെ ഷോപ്പിൽ പോയാലും 10 രൂപയ്ക്കൊക്കെ നമുക്ക് സാധനം മേടിക്കാൻ കിട്ടും കേട്ടോ. ഒരുപാട് വിലയൊന്നുമില്ല. ഈ സ്പൂളിക്കാണെങ്കിലും നമ്മുടെ ഐബ്രോ പെൻസിലിനാണെങ്കിലും ഒരുപാട് വിലയൊന്നുമില്ല. 10-20 രൂപയിൽ നമ്മുടെ കാര്യം സൂപ്പറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ സാധനം. അപ്പോൾ നമ്മൾ ഐബ്രോസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐബ്രോസിൻ്റെ ഇതുപോലെ എപ്പോഴും കൂർപ്പിച്ച് വെക്കണം കേട്ടോ. നമ്മൾ പെൻസിലാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പെൻസിൽ കൂർപ്പിച്ച് വെക്കണം. അറ്റം നന്നായിട്ട് കൂർത്തിരുന്നാലാണ് നമുക്ക് ഐബ്രോസ് എഴുതുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ജെല്ല് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ജെല്ലിൻ്റെ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ അടുത്ത തവണ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ ജെല്ല് വെച്ചിട്ടുള്ള വീഡിയോയും കൂടെ ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ജെല്ലിനേക്കാളും ഇച്ചിരിയോടെയും ഇഷ്ടം ഈ ഇതാട്ടോ, ഈ ഐബ്രോ പെൻസിലുകൊണ്ട് എഴുതണ തന്നെയാണ്. അപ്പം നമ്മൾ ഐബ്രോ പെൻസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊന്ന് വരച്ചു കൊടുക്കണം. ഒരുപാട് ഡാർക്കായിട്ട് വരയ്ക്കരുത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കണോ കേട്ടോ. നമ്മൾ ഈ ഇങ്ങനെ ഭയങ്കര ലൈറ്റായിട്ട് നമ്മൾ ഈ അറ്റം വരെ വരയ്ക്കുക. അറ്റം വരെ വരച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഇവിടെയില്ലേ, ഈ നടുക്കില്ലേ, നമ്മുടെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെക്കണം. ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. പിന്നെ ഐബ്രോസ് ഒക്കെ എഴുതുന്നതിന് മുമ്പ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിരികം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കണം. എന്നാലാണ് നമ്മുടെ ഐബ്രോസ് എഴുതുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഐബ്രോസ് കടയിൽ പോയി ത്രെഡ് ചെയ്യാൻ കാശില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് ത്രെഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡൊക്കെ വെച്ച് ത്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഐബ്രോസ് എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ട് ഇരിക്കണം. എന്നാലാണ് ഐബ്രോസ് എഴുതി കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോവാം. നമ്മളപ്പോൾ നടുക്കുന്ന് ഒന്നും കൂടെ ലൈറ്റായിട്ട് എഴുതി കൊടുത്ത് ഈ അറ്റത്ത് കൊണ്ടുവന്ന് മുട്ടിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്പൂളി ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്പൂളി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ സൈഡിലോട്ട് ഈരണം കേട്ടോ. ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് ഈരരുത് ഒരിക്കലും. ഈ സൈഡിലേക്ക് ഈരരുത്, ഈ സൈഡിലേക്ക് തന്നെ ഈരണം കേട്ടോ. നമ്മൾ ഏത് വശം വെച്ചാണോ നമ്മൾ വരച്ചത് ആ സൈഡിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ച് എഴുതണം. ഐബ്രോ പെൻസിൽ വെച്ചിട്ടല്ല, നമ്മുടെ ഈ സ്പൂളി വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് അത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി അടിയിൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മുകളിലേക്ക്. കാരണം നമ്മുടെ ഇത്രയും ഭാഗത്തുള്ള ഐബ്രോസിൻ്റെ മുടി പോയേക്കണത് മുകളിലോട്ടാണ്. അപ്പം നമ്മൾ നമ്മുടെ ഐബ്രോസിൻ്റെ മുടി പോയേക്കണ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്പൂളി ഇട്ടിട്ട് ഇത് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ സൈഡിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഐബ്രോസ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ മുകളിലോട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐബ്രോസ് ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെൻ്റെ ഐബ്രോസ് എഴുതിയതാണ്, ഇതെൻ്റെ ഐബ്രോസ് എഴുതാത്തതാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും കണ്ടോ, ഭയങ്കര. അത് കഴിഞ്ഞ് നമ്മൾ ഐബ്രോസ് എഴുതിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഐ ഷാഡോ പാലറ്റ് ഉണ്ടാവുമല്ലോ, അതിലൊരു ന്യൂഡ് ഷെയ്ഡ്, ബ്രൗൺ കളർ ന്യൂഡ് ഷെയ്ഡ്. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഡാർക്ക് ബ്രൗൺ ആണ് ഉള്ളത്. ഈ ന്യൂഡ് ഷെയ്ഡ് ഒരുപാടൊന്നല്ല, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഡാബ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ,
നമുക്കൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഐ ഷാഡോ എടുത്ത് കഴിയുമ്പോൾ എപ്പോഴും ഇതാ ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കണം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പൗഡറൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒന്ന് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മുടെ സ്പൂളി വെച്ചിട്ട് ഇതാ ഒന്ന് നമ്മൾ എഴുതി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും ഐബ്രോസിന്. അപ്പോൾ ദാ ഇപ്പോൾ എൻ്റെ ഐബ്രോസ് രണ്ടും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഐബ്രോസ് നമുക്ക് എഴുതുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ മുഖത്തിന് ഭയങ്കര ഒരു ഗ്ലോ പോലത്തെ നമുക്കൊരു പ്രകാശമാണ് ഐബ്രോസ് എഴുതി കഴിയുമ്പം. ഐബ്രോസ് നമ്മുടെ മുഖത്തിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഐബ്രോസ് എഴുതാൻ അറിയില്ല എന്ന് ആരും പറയരുത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേയിലാണ് ഞാൻ ഐബ്രോസ് എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയണത് പോലെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.